എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് യെശയ്യാ പ്രവാചകൻ ഇവിടെ സ്വന്തം പാപങ്ങൾക്കല്ല, മറ്റുള്ളവരുടെ അതിക്രമങ്ങൾക്കായി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നു. ആരെന്ന് നമുക്ക് ശ്രവിക്കാം. യെശയ്യാവ് 53:5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ധാർമ്മിക തകർച്ചയുടെയും ആസന്നമായ ന്യായവിധിയുടെയും കാലത്ത് യെശയ്യാവ് യഹൂദയിലെ ഒരു പ്രവാചകനായിരുന്നു. ഈ അദ്ധ്യായത്തിൽ സ്വന്തം പാപങ്ങൾക്കല്ല, മറ്റുള്ളവരുടെ അതിക്രമങ്ങൾക്കായി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം വിവരിക്കുന്നു. ഈ ദാസനെ നിന്ദിക്കുകയും നിരസിക്കുകയും ചെയ്തു ആത്യന്തികമായി മോചന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. അവൻ വഹിച്ചത് നമ്മുടെ രോഗങ്ങളെ ആയിരുന്നു, നമ്മുടെ വേദനകളായിരുന്നു അവൻ ചുമന്നത്. എന്നിട്ടും അവനെ ക്രൂശിക്കപ്പെട്ടവനായി കണ്ടപ്പോൾ അവൻ്റെ പാപങ്ങൾ നിമിത്തം ദൈവം അവനെ ശിക്ഷിച്ചിരിക്കുന്നുവെന്ന് നാം വിചാരിച്ചു. പക്ഷേ അല്ല, നമുക്ക് സമാധാനമുണ്ടാകേണ്ടതിനും നാം സൗഖ്യമാക്കപ്പെടേണ്ടതിനും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമത്രേ അവൻ ശിക്ഷിക്കപ്പെട്ടത്. തെറ്റിപ്പോയവരും സാത്താൻ്റെ വഴിക്ക് തിരിഞ്ഞവരും സത്യത്തിൽ നാം ആയിരുന്നു. എന്നാൽ നമുക്ക് പകരം പാപമില്ലാത്ത അവനിൽ യഹോവ നമ്മുടെ അകൃത്യങ്ങൾ ചുമത്തുകയായിരുന്നു എന്നീ പ്രകാരം അവൻ അനുതാപത്തോടെ ഏറ്റുപറയുന്നു. ഇസ്രയേലിൻ്റെ ശേഷിപ്പ് അവനെ തിരിച്ചറിയുന്ന ആ കാലം വരെ ക്രിസ്ത്യാനികളായ നമുക്ക് ഇപ്രകാരം ഏറ്റുപറയാം: നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു, നമ്മുടെ പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ മരത്തിൽ തൂങ്ങി. നമ്മുടെ അകൃത്യങ്ങൾക്ക് പകരം അവൻ സമാധാനം നൽകി അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമ്മുടെ ദേഹികൾക്ക് സൗഖ്യം ലഭിച്ചു. അതിക്രമക്കാരോടുകൂടെ അവനെ എണ്ണപ്പെട്ടു. തൻ്റെ ദൈവത്താൽ ത്യജിക്കപ്പെട്ടവനായി അവനെ കരുതി. നമുക്ക് വേണ്ടി പാപയാഗമായി അവൻ മരിച്ചതിനാൽ നീതിപ്രമാണം നിറവേറ്റപ്പെട്ടു. നമ്മുടെ പാപമെല്ലാം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു. ത്യാഗം, കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ, സമാധാനം, ആത്മീയ സൗഖ്യം എന്നിവയെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. സ്നേഹനിധിയായ പിതാവേ, ഈ വിഷയങ്ങളിൽ ഞങ്ങളുടെ സ്വന്തം ജീവിതവുമായി ഇടപഴകാൻ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കഷ്ടപ്പാടുകളിൽ നിന്ന് എങ്ങനെ സഞ്ചരിക്കാമെന്നും സമാധാനം തേടാമെന്നും മാർഗനിർദ്ദേശം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.